നമസ്കാരം. ഇന്ന് കുറെ ടയേർഡാണല്ലോ, ഒരുപാട് ഒരു ടയർനെസ്സും ഇല്ല. ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞ പിണറായി വിജയൻ എന്നല്ല, ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി. അതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റിലെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സർക്കാർ പറയുമ്പോൾ നമുക്കതിനൊരു ആധികാരികതയുണ്ട്. ആധികാരികത ഇല്ലാത്ത കാര്യങ്ങൾ സർക്കാർ പറയാറുണ്ട്. കേട്ടില്ലേ സാർ, വാസ്തവസ്ഥിതി പുറത്തു വന്നപ്പോൾ വാദി പ്രതിയായത് കണ്ടു. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മനുഷ്യമതൽ സൃഷ്ടിച്ച് മുല്ലപ്പെരിയാർ ഇപ്പൊ തകരുമെന്ന് പറഞ്ഞത് ശ്രീ പിണറായി വിജയനും ഇവിടെ പ്രതിപക്ഷത്തുള്ള ആളുകളുമാണ്. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. അതേതോ രാഷ്ട്രീയം. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് സർക്കാർ പോലും മുല്ലപ്പെരിയാർ ഇഷ്യൂ 2007 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങൾ പബ്ലിക് ആയിട്ട് എന്ത് പറയരുത്, ഇങ്ങനെ ജനങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്, അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. അപ്പോൾ സർക്കാർ ഒന്നും ചെയ്യുന്ന, ഇപ്പോൾ അതിനു മുന്നേ ഉള്ള സർക്കാരും ഇപ്പം നിൽക്കുന്ന സർക്കാരും മുല്ലപ്പെരിയാറിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? സർക്കാർ തന്നെ വല്ലവന്റെ ചെലവിലാ മോനെ. മതില് കെട്ടുക മാത്രമായിരുന്നു. അല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്? 130 വർഷം പഴക്കമായ ഈ ഡാം ഒരു നാണവും മാനൂല്ലാതെ വർത്താനം. അവളുടെ ഒരു നാവ്. 60 വർഷം മുമ്പാണ് ഇത് ഡീകമ്മീഷൻ, ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞത്. ഇവരുള്ളൊരു പറഞ്ഞൊരു കാര്യമുണ്ട്, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. മനസ്സിലായോ? ഈ 60 വർഷമായിട്ടും ഇവരെന്താ ചെയ്തിട്ടുള്ളത്? ഈ ഡാം അവിടെ തന്നെ ഉണ്ടല്ലോ. ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ഏത് ഏജൻസീസ്, ഏത് കമ്മീഷനാണ് പറഞ്ഞത്? സെൻട്രൽ വാട്ടർ കമ്മീഷൻ. പോരെ, ഇനിയും വേണോ? പക്ഷേ മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ്, ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ വേണമെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഡോക്ടർ കെ സി തോമസ് പറഞ്ഞത്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? അതിനുശേഷം പിന്നെ എങ്ങനെയാണ് 70 അച്യുതമേനോൻ ഈ കരാറ് പുതുക്കി എഴുതാൻ പറ്റുന്ന ആ മന്ത്രിസഭയ്ക്ക്? അത് അച്യുതമേനോടല്ല ചോദിക്കേണ്ടത്, ഇവിടുത്തെ CPI എന്ന് പറയുന്ന പാർട്ടിയോടല്ല ചോദിക്കേണ്ടത്. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഞാൻ ചോദിച്ചത് എന്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ്. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. സാർ ഒരു വക്കീലാണ്. വക്കീൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഫാക്ട്സ് ആണ് വേണ്ടത്. മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് ഇത്ര കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? എന്താ പറഞ്ഞു? നിന്റെ മൂക്കോമട്ട് അടിച്ചാൻ പൊട്ടിക്കേ. ഭൂകമ്പം കൃത്യമായ ഒരു അളവ് പറയാൻ പറ്റുമോ? അത് KSEBിയുടെ റിപ്പോർട്ടിലുണ്ട്, സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇതിന്റെ അടിയിൽ തന്നെ വലിയൊരു ഭൂഗർഭ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. അതെ, ഞാൻ ചോദിക്കുന്നത് ആ ഫാക്ട് സാറ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിപ്പോർട്ട്സ് ആണ്. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? റിപ്പോർട്ട്സ് എവിടെയെങ്കിലും ഇപ്പൊ കയ്യിലുണ്ടോ? ഇല്ല, എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത്ര? ഞാൻ സുപ്രീം കോടതിയിൽ ഇതെല്ലാം ഹാജരാക്കിയിട്ടുണ്ടല്ലോ. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ ചെന്നാൽ അവിടുന്ന് അതിന്റെ കോപ്പീസ് എടുക്കാൻ പറ്റും. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വായിക്കണ പോലെയാണ് എവിടെയൊക്കെ പള്ളിക്കൂടത്തിൽ പിള്ളകളെ വിടണത്. വയനാടിന്റെ ഒരു സംഭവം, സാധാരണക്കാരായ വീട്ടമ്മമാരും സാധാരണക്കാരായ ആളുകൾ ഭയങ്കര പാനിക് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. പാനിക്കല്ല, നാട് വിട്ടുപോകേണ്ട അവസ്ഥയാണുള്ളത്. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡാണെന്ന്. ബോൾഡല്ല, ബോൾട്ടാണ്, ബോൾട്ട്. ഗാഡ്ഗിൽ പറഞ്ഞില്ലേ, മാധവ് ഗാഡ്ഗിൽ എന്താ പറഞ്ഞത്? അദ്ദേഹം പഠിച്ചിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ വലിയ ദുരന്തം കേരളം കാണുമെന്ന് പറയുമ്പോ പാനിക്കാവാണ്ട് പറ്റുമോ? ഇത് കണ്ടെങ്കിൽ നോക്ക്. ഞാൻ ചോദിച്ചു വന്ന അതൊന്നുമല്ല, ചോദിച്ചത് അതാണല്ലോ. ഓരോരോ തൊല്ലകൾ കയറി വരുന്ന വഴിയേ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മുല്ലപ്പെരിയാർ പൊട്ടും. മുല്ലപ്പെരിയാർ ഞാൻ പറഞ്ഞിട്ടില്ല ഇത് പൊട്ടില്ല എന്ന്. ഞാൻ പറയുന്നത് പൊട്ടും എന്ന് പറയുന്നത് വിദഗ്ധ ഏജൻസികളാണ്. നശിപ്പിച്ചു. താനെന്ത് പൊട്ടത്തിനോടെ വിളിച്ചു പറഞ്ഞത്? വെറുതെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കല്ലേ.